പെട്രോളിയം ഇന്ധനങ്ങളും ജലവൈദ്യുത പദ്ധതികളും അടക്കമുള്ള പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകൾ പര്യാപ്തമല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഭാവിയിൽ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വഴിയായി ശാസ്ത്രലോകം കാണുന്നത് പാരമ്പര്യേതര ഊർജ്ജരംഗമാണ്. അതുകൊണ്ടുതന്നെ ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ സബ്സിഡിയും സഹായങ്ങളും വ്യാപകമായി നൽകി സോളാർ വൈദ്യുതിയും ബയോഗ്യാസും ഉൾപ്പെടെയുള്ളവ പ്രോത്സാഹിപ്പിക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ഊർജ്ജം എത്തിക്കാൻ ഇതാണ് ഏറ്റവും യോജിച്ച വഴിയെന്നാണ് വിദഗ്ധർ പറയുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങൾ കുറയ്ക്കാനും കഴിയും. പക്ഷേ എല്ലാ മേഖലകളിലും സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നയം പാരമ്പര്യേതര ഊർജ്ജ മേഖലയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. പൊതുബജറ്റിൽ ഈ മേഖലയ്ക്കുള്ള സഹായം സർക്കാർ വെട്ടിക്കുറച്ചാൽ അത് വലിയ തിരിച്ചടിയാവും ഉണ്ടാക്കുക. To look at it also in the rural context as an investment for their future and for their economic development, and somebody has to bear that cost. It is a little worrying in the new government context of how I think they're more pro-industry. പാരമ്പര്യേതര ഊർജ്ജ മേഖലയ്ക്ക് നൽകുന്ന സബ്സിഡി ഗ്രാമപ്രദേശങ്ങളിൽ ഊർജ്ജം എത്തിക്കാൻ ഭാവി കൂടി കണക്കാക്കി നടത്തുന്ന നിക്ഷേപമായി സർക്കാർ പരിഗണിക്കണം എന്നാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുടെ അഭിപ്രായം. മറിച്ച് സബ്സിഡി വെട്ടിക്കുറയ്ക്കൽ നയം ബജറ്റിലൂടെ ഈ മേഖലയിൽ നടപ്പാക്കിയാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യപുരോഗതിയെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. സബ്സിഡിയും സഹായവും വെട്ടിക്കുറയ്ക്കുന്ന നയത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നതിനാൽ പാരമ്പര്യേതര ഊർജ്ജ മേഖലയ്ക്ക് ബജറ്റിൽ വലിയ പ്രതീക്ഷ വേണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. ടി കെ ഹരീഷ്, മീഡിയ 1, ഡൽഹി.